അങ്ങനെ പുതു ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പുതു ബസ് സ്റ്റാൻഡിൽ തിരുനെൽവേലി മോളെ കൊണ്ടാക്കിയിട്ട് പുതു ബസ് സ്റ്റാൻഡിൽ ഞാൻ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നാഗർകോവിൽ 1-to-1 ബസ് പിടിച്ചിട്ട് നാഗർകോവിൽ ഇറങ്ങണം. അങ്ങനെ ആ ബസ് കുറേ ചോദിച്ചിവിടെ വന്നു. ഒരു ബസ് എടുക്കുന്നു, അതാണെന്ന് അറിഞ്ഞൂടാ. സീറ്റുണ്ടെങ്കിൽ കയറാം. 1-to-1 ബസ് സ്റ്റാൻഡായിരുന്നു, അത് കിട്ടി, അതിൽ കയറി. അങ്ങനെ ബസ്സിനകത്ത് ഒരാൾ 20 രൂപയ്ക്ക് മാങ്ങ പുരട്ടത് കൊണ്ടുവന്നു. അത് ഒരെണ്ണം മേടിച്ചു. അങ്ങനെ കുറച്ച് കഴിച്ച് അങ്ങനെ സീനറിയെ കണ്ടങ്ങനെ നല്ല രസമാണ്. കുറച്ച് കഴിഞ്ഞ് അറിയാതെ അങ്ങ് മയങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങളൊരു ടോൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. അതും പാസ് ചെയ്ത് വീണ്ടും കടന്നു പോയപ്പോൾ ഒരു കാറ്റാടികളുടെ യന്ത്രമുണ്ട്. കാറ്റാടി യന്ത്രം ആ പ്രദേശം ആകെ ഇതാണ്. കാറ്റാടികൾ കുറേ ധാരാളം കാറ്റാടികളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല റോഡുകളാണ്, പറയാതിരിക്കാൻ ഹൈവേ ആണിത്. നല്ല റോഡാണ്. പിന്നെ രണ്ട് വശത്തും നല്ല കാഴ്ചകൾ, മലകളും വയലുകളും പച്ചപ്പും. കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്രത്തോളം നല്ല കാഴ്ചകളാണ്. എന്തൊരു ഭംഗിയാൻ നോക്കി. കാഴ്ചകളിങ്ങനെ കണ്ട് നല്ല കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ആ കാറ്റത്തിങ്ങനെ കാഴ്ചകൾ കണ്ട് നല്ല രസമാണ്. ഇതൊക്കെയാണ് ഞാൻ അറിയാതെ നോക്കുന്നത്. ഈ ടോൾ ഗേറ്റും കൂടി കടന്ന് നാഗർകോവിൽ ടോൾ ഗേറ്റാണ്. അത് കഴിഞ്ഞ് വേണം ബസ് സ്റ്റാൻഡിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് തിരുനെൽവേലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന യാത്രയാണ്. തിരുവനന്തപുരത്ത് നിന്ന് തിരുനെൽവേലി വരെ ഹോണ്ട ആക്റ്റീവിൽ കോളേജിൽ തിരുനെൽവേലി മെഡിക്കൽ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്ന യാത്ര വിശേഷമാണ്. ഇതിപ്പോൾ എന്നിട്ട് തിരുനെൽവേലിയിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് ബസ് കയറി ഒരു പുതു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. പുതു ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് നാഗർകോവിൽ ബസ്സിൽ കയറി വരുന്ന ഇതാണ്. നാഗർകോവിൽ ബസ്സാണ്. അങ്ങനെ നാഗർകോവിൽ ടോൾ ഗേറ്റ് പാസ് ചെയ്ത് വീണ്ടും കുറച്ചുകൂടി കൊണ്ട് പോകണം. വയലുകളിലൊക്കെ ആൾക്കാരിങ്ങനെ കൃഷി ഇറക്കിയിട്ടേക്കുക, ഞാറൊക്കെ നട്ടിട്ടേക്കുക. എന്തായാലും
ഭയങ്കര റിസ്ക്കായിട്ടുള്ളൊരു യാത്രയാണ് അങ്ങോട്ട് പോയത്. കാരണം നമ്മൾ ഓപ്പോസിറ്റിൽ നിന്ന് ഇങ്ങോട്ട് ശക്തിയായിട്ട് കാറ്റടിക്കുന്നുണ്ട്. പിന്നെ ഹൈവേയിലൂടെ ഇങ്ങനെ വലിയ വലിയ വാഹനങ്ങൾ, ട്രക്ക് കാര്യങ്ങൾ അതിങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുങ്ങളെ ചേർന്ന് പോകും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രഷർ കാരണം, കാറ്റിൻ്റെ പ്രഷർ കാരണം നമ്മുടെ വണ്ടിക്കൊരു ഷേക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്തത്. അതൊരു വെയിലുണ്ടായത് കാരണം ശരീരത്തൊക്കെ ഒരു സൺബേൺ കണക്കൊരു നിറം മാറിയിട്ടുണ്ട്. ഇനിയൊരു യാത്ര സ്കൂട്ടറിൽ പോകുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ഉള്ള റിസ്ക് എടുത്താണ് പോയത്. പിന്നെ നമുക്ക് സ്കൂട്ടർ അവിടെ കൊണ്ട് കൊടുക്കണമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ സ്കൂട്ടറിൽ അവിടെ ഇരുത്തി അങ്ങനെ ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ അതിൽ കൂടുതലൊന്നും ഞാൻ എടുത്തില്ല. മോള് ബാക്കിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ അത്ര ടെൻഷനും ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം ഞങ്ങൾ കൂടുതൽ സ്പീഡിലല്ല പോയത്. 50 കിലോമീറ്റർ സ്പീഡാണ്. സാധാരണ 3.5 മണിക്കൂർ 4 മണിക്കൂർ എത്തുമ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 5-6 മണിക്കൂർ എടുത്തു. തിരിച്ചങ്ങനെ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. അവിടെ എത്തി ഹോട്ടൽ ആര്യാസിലിറങ്ങി ഊണ് കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് തിരുവനന്തപുരം ബസ് കയറി തിരുവനന്തപുരത്ത് എത്തണം. അങ്ങനെ അവിടെ ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡ് മുഴുവൻ ഇങ്ങനെ വലിയ ബസ് സ്റ്റാൻഡാണ്. ഇങ്ങനെ അവിടെ ചോദിച്ചു എവിടെയാണ് തിരുവനന്തപുരത്ത് പോകുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം ബസ് കിടക്കുന്ന ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ പോവുക. അത് ബസ് അന്വേഷിച്ച് നടക്കുകയാണ്. നല്ല വലിയ ബസ് സ്റ്റാൻഡാണ്. ഹോട്ടലിലും കാര്യങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് അവിടെ. പിന്നെ ഒരു കാര്യം, തമിഴിലായിരിക്കും എല്ലാം എഴുതി വച്ചിരിക്കുന്നത്. തമിഴ് വായിക്കാൻ അറിയാത്തത് കൊണ്ട് ചോദിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്ക് പോകേണ്ട ബസ്സാണ് അവിടെ കണ്ടത്. ഞാൻ അങ്ങോട്ട് ബസ്സിൽ കയറിയിട്ട് ബസ്സിനകത്ത് കയറി. പിന്നെ തിരുവനന്തപുരത്ത് നിന്നേക്കുള്ള യാത്രയൊന്നും ഞാനിതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ അവിടെ തമിഴ്നാട്ടിൻ്റെ ബസ്സുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിന് കയറിയില്ല. ഞാൻ KSRTCയുടെ ബസ്സിനാണ് കയറിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ബസ് നല്ല ബസ്സാണ്. നല്ല സീറ്റും കാര്യങ്ങളും നല്ല ബസ്സാണ്. പക്ഷേ ഗ്ലാസ് വിൻഡോ ഇങ്ങനെ ഉള്ളത് കാരണം ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടും ഇടുങ്ങി കാരണം ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന കാരണമാണ് ഞാൻ തിരുവനന്തപുരം KSRTC ബസ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വരാം. പക്ഷേ ഒരു കാര്യമുള്ളൂ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഉറങ്ങി. അത് കാരണം തിരുവനന്തപുരത്തേക്കുള്ള യാത്ര മുഴുവനായിട്ടത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നല്ല തുറന്ന